ഈ അങ്ങാടിയിലുള്ള നമുക്ക് തന്നെ മനസ്സിലാവൂല അതെന്താ വിഷയം. രാവിലെ നോക്കുമ്പോ മരിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെയാ മരണപ്പെട്ടു? ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. ഇതെവിടെ നമ്മളെ മൂക്കിന്റെ മുമ്പിലുള്ള വിഷയം. അതിൽ വരെ എത്രമാത്രം നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വസ്തുത പിന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളെ കണ്ണിന്റെ മുമ്പിലില്ലാത്ത പ്രദേശങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുടെ ഉള്ളെന്താണെന്ന് അറിയാതെ വേഗം അതിൽ പോയി അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും ആ ഒരു തലത്തിലേക്ക് വിശ്വാസികൾ കടന്നു കയറാൻ പാടില്ല എന്നതാണ്. നോമ്പും പിടിച്ചോണ്ട് വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. ഇവരൊക്കെയാണ് സമുദായ നേതാക്കൾ, സമുദായത്തെ നയിക്കുന്നവരാ. ഇവരെ കൺമുന്നിൽ ഇതൊക്കെ കണ്ടിട്ടും ഈ ലോകം മുഴുവൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നറിയാവോ? വളരെ സേഫ് സ്റ്റാൻഡല്ലേ, വളരെ സേഫായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള സയനിസ്റ്റുകളുടെ പിന്തുണ കിട്ടും, അതിൻ്റെ ഉച്ഛിഷ്ടം കിട്ടും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതിൽ ശരിയും തെറ്റും പറയാൻ പോയാൽ അപകടമുണ്ട്. എന്താണെന്നറിയാവോ? ഇപ്പോൾ ശരി ഏതാ തെറ്റേതാന്ന് പറഞ്ഞാൽ ഈ കാശ് തരുന്ന സമ്പന്നർക്ക് പോലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, ഭരണകൂടത്തിനൊരു അഭിപ്രായമുണ്ട്, ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ വരവ് നിൽക്കും, കറവ കുറയും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഉടായിപ്പിച്ച് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു 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 ഉടായിപ്പാണിത്. വഹാബിസത്തെ വെളുപ്പിച്ച് വഹാബികളെ വെളുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളപ്പാണ്ടായി മാറി എന്നതുപോലെയാണ് അനിലിൻ്റെ അവസ്ഥ. വഹാബികളെ അങ്ങോരം പൊക്കി ഇപ്പോൾ താഴേക്കിട്ടിരിക്കുകയാണ്. കാരണം വഹാബികളുടെ തനി നിറം എന്താണെന്ന് ഇയാളെ പോലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ ഒരു കാരണമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധ പശ്ചാത്തലം എന്ന് സാരം. അതായത് എന്താണ് യഥാർത്ഥ വഹാബിസം എന്ന് ഇയാളെ പോലുള്ള കിണറ്റിലെ തവളകൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വഹാബിസത്തെ ഒരവസരത്തിൽ പോലും പൊക്കി വെക്കാൻ ഇയാളെ പോലുള്ള ആളുകൾ തയ്യാറാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനെന്താവണം? ചരിത്രം പഠിക്കണം. ഇത് ഈ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഈ ഉമ്മത്തുങ്കായ ഉരുട്ടി അനിൽ മുഹമ്മദ് ഈ ചിലപ്പോൾ മുജാഹിദിനും ജമാഅത്തിനൊക്കെ കൂടെ തബ്ലീഗിനൊക്കെ കൂടെ കൂട്ടി വിട്ടാറുണ്ട്. ആ കൂട്ടത്തിൽ ഉരുട്ടാൻ പറ്റാത്ത സാധനമാണ് ഈ വഹാബിസം. മനസ്സിലായോ? വഹാബികൾ അതിന് പറ്റിയ സാധനങ്ങളല്ല. ചരിത്രം പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. അതിൻ്റെ ആ പഠനത്തിൻ്റെ അഭാവമാണ് അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇത്തരം പെടലുകൾ പെടുന്നത്. അതായത് ആദ്യം ഇവരെ പൊന്തിച്ചു വെക്കുന്നതിൻ്റെ പിന്നിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത അല്ലെങ്കിൽ ചരിത്രബോധമില്ലാത്ത ഒരവസ്ഥ അനിലിനെ പോലെ ആളുകൾക്ക് വിനയാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരിക്കും നമുക്കറിയാം, ഓട്ടോമൻ സാമ്രാജ്യം, ഉസ്മാനിയ ഖിലാഫത്ത്, ആ ഖിലാഫത്തിൻ്റെ കീഴിലായിരുന്നല്ലോ നൂറ്റാണ്ടുകളായിട്ട് മക്കയും മദീനയും. ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി, ഇത് പിടിച്ചടക്കാൻ വേണ്ടി, അവിടെ പരാക്രമണം നടത്താൻ വേണ്ടി, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വഹാബികളെ സഹായിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാർ വെച്ച ഒരു ഡിമാൻഡ്, പുണ്യഭൂമിയായ ഫലസ്തീനിൽ സയനിസ്റ്റുകൾക്ക് ഇടം നൽകുക എന്നായിരുന്നു. അതിന് വഹാബിസത്തിൻ്റെ അന്നത്തെ അപ്പോസ്തലനായ സുൽത്താൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൽ ഫൈസൽ ആൽ സൗദ് എന്ത് ചെയ്തു? ഒപ്പിട്ട് കൊടുത്തു. എനിക്കൊരു പ്രശ്നവുമില്ല, 1000 തവണ ഞാൻ സമ്മതിക്കുന്നു, അത് ബ്രിട്ടൻ പറയുന്നത് പോലെ, ബ്രിട്ടൻ അഭിപ്രായപ്പെടുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആളാണ് വഹാബികളുടെ സ്ഥാപക നേതാവിൻ്റെ സ്വാധീനത്തിൽ ഭരണം ചക്രം തിരിച്ച അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന ഫലസ്തീൻ്റെ പ്രശ്നം, ഈ പ്രശ്നത്തിൻ്റെ ഹേതുവായത്, അതിന് കാരണക്കാരായത് ആരാണ്? വഹാബികളാണ്. ഇത് കൃത്യമായി ചരിത്രത്തിൽ അതിൻ്റെ രേഖകൾ സഹിതം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇതൊക്കെ പഠിക്കുന്ന ഒരാൾക്കും വഹാബികളെ പിന്തുണയ്ക്കാനോ ഒരിക്കലും അവരെ പ്രൊമോട്ട് ചെയ്യാനോ സാധ്യമല്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഫണ്ട് വരുന്ന വിഷയമൊക്കെ അനിൽ പറഞ്ഞല്ലോ, അത് കൃത്യമാണ്. കാരണം മറ്റുള്ള ഈ വീഡിയോയിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, മറ്റുള്ള വിഷ്ടമല്ലാത്ത മറ്റുള്ള മുജാഹിദുകളൊന്നും ഇതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല, വിഷ്ടമാണ് ഇത് ഉരുട്ടുന്നത് എന്ന് ഇയാൾ പറയുന്നുണ്ട്, ന്യായീകരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം യഥാർത്ഥത്തിൽ സൗദി ഫണ്ട് വരുന്നത് വിഷ്ടത്തിനാണ്. കാരണം സൗദി സലഫിസം ഈ കേരളത്തിലെ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം KNM-ൻ്റെ യാഥാസ്ഥിക നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് സൗദി സലഫിസത്തെ ഇവിടെ അപ്ലൈ ചെയ്തത് വിസ്ഡമാണ്, ജിന്ന് വിഭാഗമാണ്. ആ ജിന്ന് വിഭാഗത്തിന് അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം വിദേശ ഫണ്ടുകളായിരുന്നു. ആ വിദേശ ഫണ്ടിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ വരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിഭാഗമാണ് വിസ്ഡം.
ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉൾപിരിവുകളെ സംബന്ധിച്ച് ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്താണ് യാഥാസ്ഥിക മുജാഹിദ് നിലപാടുകളൊക്കെ തിരുത്താൻ, ഈ വിസ്ഡം തിരുത്താനുണ്ടായ കാരണം ഗൾഫ് സലഫിസത്തെ അപ്ലൈ ചെയ്യുന്നതാണ്. ആ ഗൾഫ് സലഫിസത്തെ അപ്ലൈ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ഇവിടുത്തെ നേതാക്കന്മാരെ, പൂർവ്വ നേതാക്കന്മാരൊക്കെ തള്ളിയിട്ട് ഗൾഫ് സലഫിസത്തെ, യഥാർത്ഥത്തിൽ ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളിൽ നിന്നാണ് കേരളത്തിലേക്ക് വഹാബിസം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു അന്ധവിശ്വാസം, അത് അതേപോലെ ശരിക്കും യുക്തിവാദത്തിനോട് ഏറ്റവും അടുത്ത വിശ്വാസമാണത്. അത് അതേപോലെ അനുവർത്തിക്കുന്ന ആളുകളാണ് ഇന്നത്തെ മർക്കസുദ്ദഅവ വിഭാഗം. അതിൽ നിന്ന് ഗൾഫ് സലഫിസത്തെ മാറ്റിയിട്ട് ഗൾഫ് സലഫിസം ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചവരാണ് വെസ്റ്റേൺ വിഭാഗമടക്കമുള്ള ജിന്നി വിഭാഗം. എന്തായിരുന്നു ലക്ഷ്യം? വിദേശ ഫണ്ടുകളായിരുന്നു ലക്ഷ്യം. മനസ്സിലായല്ലോ? അപ്പോൾ അവർക്ക് എങ്ങനെ സൗദിയെ പിന്തുണയ്ക്കാതെ അവരുരുട്ടുന്നതിനനുസരിച്ചല്ലാതെ എങ്ങനെ ഇവർക്ക് ഇവിടെ ഉരുട്ടാൻ കഴിയും? അപ്പോൾ അവർ ന്യായീകരിക്കുക, അവർ പറയുന്നതിനോടൊപ്പം നിൽക്കുക, അവർക്ക് എതിരായി വല്ലതും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ അജണ്ട. അല്ലെങ്കിൽ അതിന് പറഞ്ഞതുകൂട്ട് എന്താകും? ഫണ്ട് അവിടെ നിലച്ചു പോകും. ഇതാണ് യാഥാർത്ഥ്യം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഉണ്ട്. ഈ ഉമ്മത്തുകായി എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടിയുരുട്ടാൻ പറ്റിയ സാധനങ്ങളല്ല വഹാബികൾ. ഇതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എടുത്താൽ അതിലേറെ വലിയ പ്രശ്നമാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. തബ്ലീഗ് ജമാഅത്തിനെടുത്താൽ അപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അനിൽ അണ്ണനോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഓരോ പ്രസ്ഥാനങ്ങളും ഇവിടെ കുടിയേറി വന്ന ഈ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ചരിത്രം ഒന്ന് പഠിക്കാം. ഈ വഹാബിസം എന്നൊക്കെ പറഞ്ഞാൽ വൈദേശികമായിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്, ഇറക്കുമതികളാണ്. ജമാഅത്ത് ഇസ്ലാമി ഇറക്കുമതിയാണ്, വഹാബിസം ഇറക്കുമതിയാണ്, തബ്ലീഗ് ജമാഅത്ത് ഇറക്കുമതിയാണ്. എന്നാൽ ഇവിടെ പാരമ്പര്യ മുസ്ലിങ്ങൾ, സുന്നികൾ എന്ന് പറഞ്ഞാൽ എവിടുന്നും ഇറക്കിയതല്ല. ഇറക്കിയതാണ് ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ സ്വഹാബത്ത് ഇറക്കിയതാണ്. മനസ്സിലായോ? ആ യഥാർത്ഥ സ്വഹാബത്തും താബിയുകളും തബഉ താബിയുകളും പഠിപ്പിച്ച ആ ട്രഡീഷണൽ ഇസ്ലാം, അതിനെയാണ് ഇവിടുത്തെ സുന്നികൾ അനുവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്ന ഈ വിഭാഗങ്ങൾ ഒക്കെ വിദേശത്ത് നിന്ന് പിൽക്കാലങ്ങളിൽ ഇറക്കപ്പെട്ട സാധനങ്ങളാണ്. ഇത്തരം സാധനങ്ങൾ നമ്പിയാൽ അവരെ ഇവിടെ കൂട്ടി ഉമ്മത്തുങ്കായി ഉരുട്ടാൻ നിന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം അനിലണ്ണനെ പോലുള്ള ആളുകൾ ഈ അവസരത്തിലെങ്കിലും മനസ്സിലാക്കി ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഈ തിരിച്ചറിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അനുഭവങ്ങൾ ഓരോന്ന് പഠിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.